ഈ വീഡിയോയിൽ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക, മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റാണ് കൂടുതൽ നമ്മൾ നോക്കുന്നത്. ഇതിൽ എയർ ഡിഫൻസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു കൺസേൺ, അതാണ് ഇപ്പം ഏറ്റവും കൂടുതൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും അമേരിക്കയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇസ്രായേൽ ഓൾറെഡി അവർ ഈ യുദ്ധത്തിൽ ഉള്ളിലാണ് അവരുള്ളത്. ശരിക്കും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, ഈ രാജ്യങ്ങൾക്കുള്ള പ്രൊട്ടക്ഷൻ അമേരിക്ക ഉറപ്പുവരുത്തണം. അത് വല്ലാത്ത രീതിയിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ അലട്ടുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അമേരിക്ക ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും അങ്ങനെ എയർ ഡിഫൻസ് സിസ്റ്റം ഉറപ്പുവരുത്താൻ കഴിയില്ല, പക്ഷേ അങ്ങനെ ഉറപ്പുവരുത്തണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഇറാഖ് മുതൽ ഇപ്പുറത്ത് നീങ്ങി കുവൈറ്റ് അങ്ങ് അറ്റം വരെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പം അമേരിക്ക നിലവിലൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് സൗത്ത് കൊറിയയുടെ അടുത്ത് ചോദിച്ചിരിക്കുകയാണ്. സൗത്ത് കൊറിയയുടെ കയ്യിൽ 180 താഡ് മിസൈൽ സിസ്റ്റംസ് ഉണ്ട്, അമേരിക്കയുടെ THAAD. ഈ താഡ് നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റമാണ്. ഈ താഡ് മിസൈൽ സിസ്റ്റം അമേരിക്ക തന്നെയാണ് ഇതിൻ്റെ ഇൻ്റർസെപ്റ്റേഴ്സ് ഒക്കെ കൊടുക്കേണ്ടത്. എന്തുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇത്രമാത്രം കൺസേൺ രേഖപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാൻ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ എണ്ണപ്പാടങ്ങൾ, എണ്ണ ടാങ്കറുകൾ, അതേപോലെ തന്നെ ഓയിൽ, ഗ്യാസ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന പൈപ്പ് ലൈനുകൾ, ഇതൊക്കെയാണ് ഇനി ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് അവരുടെ ലക്ഷ്യം. അവർക്ക് തീർച്ചയായിട്ടും അറിയാം ഈ യുദ്ധത്തിൽ അവർ വിജയിക്കാൻ പോകുന്നില്ല, മാക്സിമം അവർ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ അതിലുപരിയായിട്ട് എത്രത്തോളം എക്സ്പെൻസസ്, ചിലവുകൾ വരുത്തി വെക്കാം എന്നുള്ളതാണ് ഇറാൻ്റെ ടാർഗറ്റ്. അത് വലിയ നഷ്ടമുണ്ടാക്കും. ഇപ്പോൾ ഈ 4 ദിവസം എന്ന് പറഞ്ഞിട്ട് പ്രാഥമികമായിട്ട് യുദ്ധം തുടങ്ങിയെങ്കിലും ഈ 4 ദിവസത്തിൽ നിൽക്കത്തില്ല. തീർച്ചയായിട്ടും ഇത് ഒരു 12 ദിവസം അല്ലെങ്കിൽ ഒരു 15 ഡേയ്സിലേക്ക് പോകും എന്നുള്ള തരത്തിലൊക്കെയാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ 15 ദിവസത്തിൽ കൂടുതൽ ഈ യുദ്ധം നീണ്ടു നിൽക്കുന്നുവെങ്കിൽ ചരക്ക് നീക്കങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് വല്ലാത്ത രീതിയിൽ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. അപ്പോൾ ഇറാൻ ഉദ്ദേശിക്കുന്നത് എത്രത്തോളം നഷ്ടം വരുത്തി വെക്കാൻ പറ്റുമോ അത്രത്തോളം നഷ്ടം വരുത്തി വെക്കാം എന്നുള്ളതാണ് അവർ എയിം ചെയ്യുന്നത്. അപ്പം ഇസ്രായേൽ ആണെങ്കിൽ ടോട്ടലി ആക്രമണത്തിൻ്റെ ശൈലി മാറ്റിയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ, ഇന്നലെ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഷ്ഫഹാനിലെ ആക്രമണം, നറ്റാൻസിലെ ആക്രമണം, അതുപോലെ തന്നെ ടബ്രീസിലെ ആക്രമണം, അതുപോലെ ബന്ദർ അബ്ബാസിൽ മിസൈൽ മാനുഫാക്ചറിങ് യൂണിറ്റ് അടിച്ച് തകർത്തിരിക്കുകയാണ്. അതുപോലെ ടബ്രീസിൽ മിസൈൽ ലോഞ്ച് പാഡുകളും, അതുപോലെ തന്നെ അവരുടെ ഇൻഡസ്ട്രിയൽ ഏരിയ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ടബ്രീസിലുള്ള ഇൻഡസ്ട്രിയൽ ഏരിയ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതേപോലെ തെഹ്റാനിൽ വളഞ്ഞ ആക്രമണം. ഇതിനകത്ത് IRGCയുടെ റെഗുലേറ്ററി ബോർഡ്, അതുപോലെ തന്നെ IRGCയുടെ പാർലമെൻറ്റ് ബിൽഡിംഗ്, അവർ അസംബ്ലി കൂടുന്ന ഒരു ബിൽഡിംഗ്, അത് എവിടെ നിന്നാണോ അവർ ഈ ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്നൊക്കെ വിളിക്കുന്നത്, ആ ഘോഷമുയർത്തുന്ന ആ സ്റ്റേജ് ഉണ്ടല്ലോ, അത് അടിച്ച് പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. പ്രസിഡൻഷ്യൽ റെസിഡൻസി, അതായത് ഇറാനിൻ്റെ പ്രസിഡന്റ് താമസിക്കുന്ന അക്കോമഡേഷൻ, ഇതെല്ലാം ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് പബ്ലിക് ഏരിയയുടെ അടുത്തുള്ള സ്ഥലങ്ങളെ ആക്രമിക്കുമ്പോൾ ലെബനൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ ഇവാക്വേഷൻ ഓർഡർ കൊടുക്കുന്നത്, അതുപോലത്തെ ഇവാക്വേഷൻ ഓർഡർ ഇറാൻ്റെ ഉള്ളിലും പുറപ്പെടുവിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇസ്രായേൽ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇസ്രായേലിന് കൃത്യമായിട്ട് ഇവിടെ എവാക്യുവേറ്റ് ആകുമെന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ അവർക്ക് എയർ ഡിഫൻസ് സിസ്റ്റം എഫക്റ്റീവായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇസ്രായേലിന് ഇങ്ങനെ ഒരു ഇവാക്യുവേഷൻ ഓർഡർ ഇത്രയും ധൈര്യപൂർവ്വം കൊടുക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ ഇസ്രായേൽ ഇപ്പം ലെബനൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ ഇവാക്യുവേഷൻ ഓർഡർ കൊടുക്കുന്നത്, ഗാസയ്ക്കുള്ളിൽ എങ്ങനെയാണോ ഇവാക്യുവേഷൻ ഓർഡർ കൊടുക്കുന്നത്, ആ സെയിം മെത്തേഡിൽ കൃത്യമായിട്ടുള്ള ഇവാക്യുവേഷൻ ഓർഡറുകൾ പുറപ്പെടുവിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇറാൻ്റെ ഉള്ളിൽ. അതുപോലെ മഷാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്നലെ ആക്രമണം, അതായത് ഇസ്രായേലിൻ്റെ ഉള്ളിൽ പതിക്കുന്ന മിസൈലുകൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ ഞാൻ ഇതിന് മുമ്പ് ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 മിസൈൽ പതിച്ചിട്ടുണ്ടായിരുന്നു. 2 മിസൈൽ ഉച്ചവരെ 2 മിസൈൽ പതിച്ചിട്ടുണ്ടായിരുന്നു. ഈവനിങ് സെഷനിൽ ഇറാൻ വിട്ട മിസൈലുകളിൽ 2 മിസൈൽ കൂടി ഇസ്രായേലിൻ്റെ ഉള്ളിൽ പതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ 3-ാം തീയതി 4 മിസൈലുകളാണ് ടോട്ടൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ പതിച്ചത്. പക്ഷേ ഇസ്രായേലിൻ്റെ ഉള്ളിൽ 4 എണ്ണം വീഴുമ്പോഴത്തേക്കും ഇസ്രായേൽ അവിടെ മാക്സിമം 100, 110, 120 ലൊക്കേഷൻസ് ആണ് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തുന്നത്. അപ്പോൾ നാളെ ഇതിലും കൂടുതൽ രൂക്ഷമായ രീതിയിൽ ആക്രമണം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവസരം മുതലാക്കാന്നുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സകല തന്ത്രവും ഇസ്രായേൽ പയറ്റുന്നുണ്ട്. അതേപോലെ 3-ാം തീയതി അമേരിക്കയും ഇൻവോൾവ് ആയിട്ടുണ്ട് ആക്രമണത്തിൽ. അമേരിക്ക ചില നിർണായകമായിട്ടുള്ള ഏരിയകൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 200 അഡീഷണൽ ഫൈറ്റർ ജെറ്റുകൾ കൊണ്ടുവരാൻ പോവുകയാണെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എത്ര നാൾ വേണമെങ്കിലും യുദ്ധം നടത്താൻ എനിക്ക് കൽപ്പുണ്ട്, പക്ഷേ നിങ്ങൾ സറണ്ടർ ആവുന്നതായിരിക്കും നല്ലത്. സറണ്ടറായി ആ രാജ്യത്തിനെ രക്ഷിച്ചൂടെ? നിങ്ങൾക്ക് എന്തുകൊണ്ട് സറണ്ടർ ആയിക്കൂടാ? നിങ്ങൾ IRGC തന്നെ ഭരിക്കണമെന്ന് എന്താണ് നിർബന്ധം? 10-45 വർഷമായില്ലേ, ഇറങ്ങിക്കൊടുക്കുമെന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷെ അതിന് ഒട്ടും വഴങ്ങാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് ഇറാൻ്റെ സൈഡിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ടെൽ-അവീവിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതായിട്ട് ഈ വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ഈ വീഡിയോ പ്രചരിക്കുന്നത് പറഞ്ഞാൽ AI വീഡിയോ ആണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം AI വീഡിയോ ആണ്.
ഈ AI വീഡിയോ ഇന്നലെ ഇൻ്റർനെറ്റിൽ വൈറലായിട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടതിൽ റാങ്കിങ് നമ്പർ 1 ആണ്. കാരണം അത്രമാത്രം ആൾക്കാർ ഇതിനെ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിൽ ആഹ്ലാദം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സത്യസന്ധമായിട്ടുള്ള ആക്രമണം ഇറാൻ നടത്തിയതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് പല കമൻറ്റുകൾ ഇതിനകത്ത് പാസ് ചെയ്യുന്നുണ്ട്. റിയാലിറ്റി ഇങ്ങനെയാണ്. റിയാലിറ്റി ടെൽ അവീവ് ഇങ്ങനെ ഇരിക്കുന്നു, തെഹ്റാൻ ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ രണ്ട് ഇമേജും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് യാഥാർത്ഥ്യം. ടെൽ അവീവിൽ ഇങ്ങനെ ഒരു ആക്രമണം ഇറാൻ നടത്തിയിട്ടില്ല. ഇന്നലെ ഇറാനിൽ പുതിയ സുപ്രീം ലീഡറെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ നടത്തി. അപ്പോൾ അങ്ങനെ ഇലക്ഷൻ നടത്തിയിട്ട് ആ വോട്ട് കൗണ്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ സ്ഥാപനത്തിൽ തന്നെ, അതായത് ഇവർ എപ്പോഴും അതിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ടാണ് ഡെത്ത് ടു അമേരിക്ക എന്നൊക്കെ വിളിക്കുന്നത്, ആ അസംബ്ലിയിൽ തന്നെ ആക്രമണം നടത്തി നിരവധി പേര് കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത. എത്ര പേരെന്നുള്ളത് കൃത്യമായിട്ട് ഇതുവരെ വെളിയിൽ പറഞ്ഞിട്ടില്ല. 60-70 ആൾക്കാർ, ആ അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ്. ആ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ആ അസംബ്ലി നിന്ന് കത്തുന്ന രംഗം. ഇപ്പോൾ ഇറാൻ നെഗോസിയേഷന് തയ്യാറാണെന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ഇറാൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ട്രംപ് ഇപ്പോൾ തയ്യാറല്ല. അതായത് നിങ്ങൾ എല്ലാം വീക്കായിരിക്കുന്ന ഒരു സാഹചര്യം, നിങ്ങൾക്ക് ഭരണകൂടമില്ല, നിങ്ങൾക്ക് ആർമിയില്ല, നിങ്ങളുടെ IRGC റെജിമിൻ്റെ കംപ്ലീറ്റ് സാമഗ്രികളും അടിച്ച് റെഡിയായി കൊടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് എന്ത് നെഗോസിയേഷനാണ്? നെഗോസിയേഷൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ട ദൃശ്യം മെഷാദ് എന്ന് പറഞ്ഞ എയർപോർട്ട് ഇസ്രായേൽ നടത്തിയ അറ്റാക്കാണ്. ആ മെഹർബാദ് എന്ന് പറഞ്ഞ എയർപോർട്ടിൽ നിന്ന് കത്തുന്ന രംഗമാണ്. ഇതിന് മഷാദ് എന്ന് പറഞ്ഞ എയർപോർട്ടിലും, മഷാദ് എന്ന് പറഞ്ഞ സ്ഥലത്തെ എയർപോർട്ടിലും ഇതേ രീതിയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ. അതേപോലെ 3-ാം തീയതി വൈകുന്നേരം 6:30 6:30 തെഹ്റാന്റെ ഉള്ളിൽ മസൂദ് പെസസ്കിയാന്റെ, ഇറാന്റെ നിലവിലത്തെ പ്രസിഡന്റിന്റെ വസതിയിൽ ആക്രമണം നടത്തിയതായിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇതിൽ മസൂദ് പെസസ്കിയാൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവാം എന്നുള്ള റൂമർ വരുന്നുണ്ട്. ഇത് ജസ്റ്റ് റൂമറാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള കൺഫർമേഷൻസും ഇസ്രായേലിന്റെ പക്കൽ നിന്ന് വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ട്. അവിടെ അതിൻ്റെ ഉള്ളിൽ മസൂദ് പെസസ്കിയാൻ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അതുപോലെ നമ്മൾ ലെബനൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ IDF ഡയറക്റ്റ് ആയിട്ട് ലെബനൻ്റെ ഉള്ളിലേക്ക് ഗ്രൗണ്ട് ഫോഴ്സ് ഇറങ്ങുകയാണ്. ഇന്നലെ 53 വില്ലേജുകൾ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലെബനൻ്റെ ഉള്ളിൽ നിന്നും 60 വില്ലേജുകൾ ഒഴിഞ്ഞു പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. 60 അഡീഷണൽ വില്ലേജുകൾ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സദൻ ലെബനാൻ്റെ ഭാഗത്തു നിന്നും, സദൻ ലെബനാൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ലെബനൻ്റെ ആർമി അവർ ബാക്കൗട്ട് അടിച്ചിരിക്കുകയാണ്. അവർ പറഞ്ഞു, ഇനി ഞങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നില്ല, ഇനി നിങ്ങളായി ഹെസ്ബുള്ളയായി, അതായത് IDF ആയി ഹെസ്ബുള്ളയായി, ഞങ്ങൾ ഇതിനകത്ത് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജോസഫ് ആവോൻ്റെ ലെബനൻ ആർമി അവർ വിഡ്രോ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സൗത്ത് ലെബനാൻ ഭാഗത്ത് തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ തുടരെ നടക്കുകയാണ്. ഇതിലൊരു ഹെസ്ബുള്ളയുടെ ചീഫ് കമാൻഡറെ വധിച്ചിട്ടുണ്ട് ഇസ്രായേൽ. ഇവിടെ ഈ മാപ്പ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് നിങ്ങൾക്ക് ആ യെല്ലോ കളറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളറിൻ്റെ ഉള്ളിൽ മനുഷ്യർ നടക്കുന്നത് പോലെയുള്ള സിമ്പിൾ ഉണ്ടല്ലോ. ഈ സിമ്പിൾ ശരിക്കും IDF ഉദ്യോഗസ്ഥർ ലെബനാൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്ന ആ ഒരു മാപ്പാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതായത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ലെബനാൻ ഈ ഒരു സദൻ ലെബനാൻ ഭാഗം ഇസ്രായേലിൻ്റെ അടുത്ത് നിന്ന് പിടിച്ച് വാങ്ങിച്ചത്. പക്ഷെ അതിപ്പോൾ തിരികെ ഇസ്രായേൽ റീക്യാപ്ചർ ചെയ്യുകയാണ്. അതാണ് അവസ്ഥ. കാരണം അവർക്ക് ഇതിപ്പം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഇപ്പം വീണ്ടും ഹിസ്ബുള്ളയുടെ ഒരു താവളമായിട്ട് മാറിയിരിക്കുകയാണ് ഈ സ്ഥലം. അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ഉള്ളിൽ തുടർച്ചയായിട്ട് 2-3 ദിവസങ്ങളായിട്ട് റോക്കറ്റ് അറ്റാക്ക് നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇസ്രായേൽ ഇപ്പോൾ കൃത്യമായിട്ട് ഈ സ്ഥലം തിരിച്ച് റീക്യാപ്ചർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ലെബനൻ്റെ ആർമി അവിടെ നിന്ന് ഒഴിഞ്ഞു പോവാണ്. ആ ഒഴിഞ്ഞു പോകുന്ന രംഗമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 58 IRGC മെമ്പേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം എന്നാണ് നിഗമനം. 58. പലരുടെയും പേരുകളൊക്കെ ഇസ്രായേൽ തന്നെ പുറത്തു വിടുന്നുണ്ട്. പക്ഷെ നമ്മളത് എടുത്ത് പറയാത്തതാണ്. കാരണം പലപ്പോഴും ചില ചേഞ്ചസ് വരുന്നുണ്ട്. ഒന്ന് കൺഫേം ആയതിനു ശേഷം, ഉറപ്പിച്ചതിന് ശേഷം ആ പേര് വിവരങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ ഹെവി അറ്റാക്കാണ്. IRGCയുടെ ഡെത്ത് റേറ്റ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും സെപ്പ സ്ക്വയർ ഖറാജിൽ നടത്തിയ അറ്റാക്കാണ്. ഇന്നലെ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങളാണ്. അതായത് ഇറാൻ്റെ ഉള്ളിൽ ഇനി തപ്പിപ്പറക്കാൻ IRGCയുടെ സ്ഥലങ്ങൾ ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നിങ്ങൾ കണ്ടാൽ മതി. മാസീവായിട്ടുള്ള അറ്റാക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ടെൽ അവീവിൽ വന്ന് വീഴുന്ന 1-2 മിസൈലുകളൊന്നും ഒന്നുമല്ല എന്നുള്ളതാണ് അവസ്ഥ. ടെൽ അവീവിൽ ഇന്നലെ വീണ മിസൈലുകളിൽ 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അല്ലാതെ ആർക്കും തന്നെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല ഇവിടെ ടെൽ അവീവിൽ, ഇസ്രായേലിൽ. പക്ഷേ ഇറാൻ്റെ ഉള്ളിലെ അവസ്ഥ നേരെ മറിച്ചാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ തന്നെ കണ്ടോളൂ അത് എങ്ങനെയാണ് ഇതിൻ്റെ ആക്രമണങ്ങളുടെ ശൈലി എന്നുള്ളത്. ശരിക്കും ഇറാനിന് കീഴടങ്ങേണ്ടി വരും. അതാണ്
ശരിക്കും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇപ്പം കുർദിസ്ഥാൻ റീജിയനിൽ നിന്നും വേറൊരു വാർത്ത വരുന്നുണ്ട്. അമേരിക്ക കുർദുകളെ വെച്ചുകൊണ്ട് വേറൊരു പ്ലാൻ ചെയ്യാണ്. അതായത് ഈ IRGC റെജീം, ഇവർ റെജീം ചേഞ്ച് നടത്തിയാലും ആ രാജ്യത്തിനുള്ളിൽ തന്നെ ഉണ്ടാവുമല്ലോ. ഇതാണെന്ന് പറഞ്ഞാൽ ബബൂൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നോർത്തേൺ ഇറാനിൽ നടത്തിയ അറ്റാക്കാണ് ഇസ്രായേൽ. ഈ കുർദിഷ് റീജിയനിൽ ഉള്ള ആൾക്കാരെ ഈ IRGCക്കെതിരെ കളത്തിലിറക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക പദ്ധതി ഇടുന്നുണ്ട്. സിറിയയിൽ നിന്നും തുർക്കിയിൽ നിന്നുമുള്ള കുർദിഷ് ടീമുകളെ IRGCക്കെതിരെ ഇറാനിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി നടക്കുന്നുണ്ട്. ഇറാഖിൽ നിന്നുമാണ് ഇവരെ ശരിക്കും ഇറാന്റെ ഉള്ളിലേക്ക് കടത്തിവിടാൻ തീരുമാനിച്ചിരിക്കുന്നത് അമേരിക്ക. അതുപോലെ ഇറാന്റെ ഉള്ളിൽ ഇതുവരെ കാഷ്വാലിറ്റി, ഈ ഒരു യുദ്ധം തുടങ്ങിയതിന് ശേഷം ഈ കഴിഞ്ഞ 3-4 ദിവസം കൊണ്ടുണ്ടായ കാഷ്വാലിറ്റി 700 മുതൽ 1000 വരെ ആയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പ്രോബബിലിറ്റിയാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും അസർബൈജാനിലുള്ള കുർദിഷ് റീജിയനിൽ IRGCയുടെ ബേസ് ഉണ്ട്. ആ ബേസ് ഇന്നലെ അടിച്ച് തകർത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇസ്രായേലും അമേരിക്കയും തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെ തുടർന്നല്ല, ഇതിനു മുമ്പ് തന്നെ കുർദിഷ് ശരിക്കും ഇറാന്റെ ഉള്ളിൽ ഓൾറെഡി തന്നെ ഈ കുർദിഷ് ടീമുകൾക്ക് ഒരു വിരോധമുണ്ട്. കാരണം ഈ ഇറാൻ, ഇറാഖ്, സിറിയ, തുർക്കി ഈ ഭാഗങ്ങളിലാണ് ഈ കുർദിഷ് ലാൻഡ് കിടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കമ്മ്യൂണിറ്റി അവിടെ താമസിക്കുന്നതുകൊണ്ട് തന്നെ അവർ ഒരു സെക്യൂർ ലാൻഡിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇറാൻ അപ്പോൾ ഈ IRGC റെജീം അവിടെ ഉണ്ടാവും. റെജീം ചേഞ്ച് നടന്നാലും അവിടെ IRGCയിൽ പെട്ട അനുകൂലികൾ കുറച്ച് പേര് കാണും. അവർ നിരന്തരം അവിടെ ഇരുന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരെ അടിച്ചമർത്തണമെന്നുണ്ടെങ്കിൽ വേറൊരു റിബൽ ഗ്രൂപ്പ് ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിൽ IRGC അടിച്ചൊതുക്കാനും അമേരിക്കയുടെ ചൊൽപ്പടിക്ക് അതേപോലെ ഇസ്രായേലിന്റെ ചൊൽപ്പടിക്കൊക്കെ നിൽക്കുന്ന ഈ കുർദിഷ് ടീമുകളെ അവിടെ കൊണ്ട് പാർപ്പിക്കാനുമാണ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. एयरक्राफ्ट का क्या था? എയർക്രാഫ്റ്റ് की आवाज आई. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. തുടർന്നുള്ള വിഷയങ്ങൾ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.